റഷ്യയും യുക്രൈനും തമ്മിൽ എന്താണ് പ്രശ്നം? എന്തിനാണ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്, പ്രത്യേകിച്ച് യുക്രൈൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ, യുക്രൈൻ നാറ്റോയിൽ ചേരുന്നുണ്ടോ, യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് യുക്രൈൻ്റെ ആഭ്യന്തര കാര്യമാണ്. ഈ കാര്യങ്ങളിലൊക്കെ റഷ്യ ഇടപെട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ഈ കാര്യങ്ങൾ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചരിത്രവുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കുറച്ച് വസ്തുതകൾ കൂടി ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് കുറച്ച് ബോറിംഗ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഞാൻ ഈ ചാനലിലൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ യഥാർത്ഥ കഥകളുമൊക്കെയാണ് പറയാറുള്ളത്. അത്തരം കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ഈ അറിവുകൾ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കെന്തായാലും റഷ്യ യുക്രൈൻ സംഘർഷങ്ങളുടെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് പോവാം. ഏകദേശം 34,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യവാസം ഉണ്ടായിരുന്ന മേഖലയാണ് ഇന്നത്തെ യുക്രൈൻ. സ്ലാവിക് കൾച്ചറിൻ്റെ കളിത്തൊട്ടിലായി അറിയപ്പെട്ടിരുന്ന ഒരു മേഖല തന്നെയായിരുന്നു. പിൽക്കാലത്ത് 10ാം നൂറ്റാണ്ടിലും 11ാം നൂറ്റാണ്ടിൻ്റെ ആ സമയത്തൊക്കെ ക്യാവിൻ റസ് എന്ന് പറയുന്ന ഒരു സംസ്കാരം അവിടെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ഒരു രാജവംശം അവിടെ ഭരിച്ചിരുന്നു. പിൽക്കാലത്ത് 13ാം നൂറ്റാണ്ടിൽ മംഗോളിയൻ സംസ്കാരത്തിൻ്റെ അധിനിവേശം അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഹംഗേറിയൻ, ലുത്തേനിയൻ, പോളിഷ്, അതുപോലെ ഓസ്ട്രിയൻ ഒരുപാട് സംസ്കാരങ്ങൾ അങ്ങോട്ട് അധിനിവേശം നടത്തി അവിടെ ഭരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. 17, 18 നൂറ്റാണ്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യൻ രാജവംശമാണ് ഈ മേഖല ഭരിച്ചത്. ഈ മേഖല ഭരിക്കുന്ന സമയത്ത് തന്നെ പോളണ്ടുകാരും സംയുക്തമായിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഏകദേശം 18ാം നൂറ്റാണ്ട് വരെ ഇവരെല്ലാവരും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 1917 ഒരു കാര്യം സംഭവിക്കുകയാണ്. നമുക്കറിയാം, റഷ്യയിൽ കമ്മ്യൂണിസത്തിൻ്റെ വലിയൊരു ഉയർച്ച സംഭവിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയാണ്, റഷ്യൻ വിപ്ലവം നടക്കുകയാണ്. ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയുടെ അധികാരം തന്നെ പിടിച്ചെടുക്കാൻ മാത്രം ശക്തമായിട്ട് ഇവർ വളർന്നു വരികയാണ്. അങ്ങനെ 1917 കാലഘട്ടങ്ങളിലെല്ലാം റഷ്യൻ വിപ്ലവത്തിൻ്റെ തുടക്കം സംഭവിക്കുകയാണ്. അങ്ങനെ റഷ്യൻ വിപ്ലവത്തിൻ്റെ അവസാനത്തോടെ 1922ഓടെ റഷ്യയെ പൂർണ്ണമായിട്ടും കമ്മ്യൂണിസത്തിൻ്റെ കീഴിലാക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കപ്പെടുകയാണ്. ഇതിൻ്റെ മുന്നേ തന്നെ ഈ വിപ്ലവത്തിൻ്റെ തുടക്കകാലങ്ങളിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ 1917 ജൂൺ 23 യുക്രൈനിയൻ പീപ്പിൾസ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു രാജ്യം നിലവിൽ വന്നിരുന്നു. ഈ സമയത്താണ് വാസ്തവത്തിൽ അധിനിവേശങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് യുക്രൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലം മാറുന്നത്. യുക്രൈനിയൻ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം ലഭിക്കുകയാണ്. പക്ഷേ 1922 സോവിയറ്റ് യൂണിയൻ ഉണ്ടാവുകയാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് 15ഓളം രാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു. ഇവരെല്ലാം കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ചേരിയായിട്ട് തന്നെ വാസ്തവത്തിൽ ഈ ഒരു സോവിയറ്റ് യൂണിയൻ മാറുകയാണ്. 15ഓളം രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും സോവിയറ്റ് യൂണിയൻ്റെ അംഗരാഷ്ട്രങ്ങളായിരുന്നു. എന്താണെങ്കിലും കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. റഷ്യയിൽ കമ്മ്യൂണിസം കൂടുതൽ ശക്തമാവുകയാണ്, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിൽ. ഈ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപക അംഗം തന്നെയായിരുന്നു യുക്രൈൻ എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യവും യുക്രൈൻ തന്നെയായിരുന്നു. റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സോവിയറ്റ് യൂണിയനിലെ രാജ്യവും ഒരുപാട് ശക്തിയുള്ള രാജ്യവും യുക്രൈൻ ആയിരുന്നു. അതുകൂടാതെ യുക്രൈനിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒരുപാട് നിലങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് യൂറോപ്പ് എന്നാണ് ഇത് അറിയപ്പെട്ടത്. അതായത് യൂറോപ്പിൻ്റെ പ്രഭാത ഭക്ഷണം. നല്ല കറുത്ത മണ്ണാണ്, ധാരാളമായിട്ട് കൃഷി നടക്കുന്ന ഹെക്ടർ കണക്കിന് ലാൻഡുകളുണ്ട്. അതുകൂടാതെ സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണശാലകൾ, ആണവ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഈ യുക്രൈനിലായിരുന്നു. കുറേ അധികം വർഷങ്ങൾ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് യുക്രൈൻ നിലകൊള്ളുകയാണ്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. പിന്നീട് കോൾഡ് വാർ എന്നറിയപ്പെടുന്ന ശീതയുദ്ധം ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കയായിട്ടും സോവിയറ്റ് യൂണിയനുമായിട്ടും ഒരുപാട് വാക്പോരുകൾ നടക്കുന്നുണ്ട്. പരസ്പരം എല്ലാവരും സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് 3ാം ലോക മഹായുദ്ധം ഉണ്ടാവുക, അപ്പോൾ എങ്ങനെയാണ് അതിനെ ചെറുക്കേണ്ടത്, അതിനുവേണ്ടി എങ്ങനെ ശക്തിപ്പെടാം. ഈ തീരുമാനങ്ങളും കണക്കുകൂട്ടലും എല്ലാമായിട്ട് അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയനും നിൽക്കുകയാണ്. ഈ സമയത്ത് അമേരിക്കയെ ശക്തമായിട്ട് വാക്പോര് കൊണ്ടും അതുപോലെ ആയുധ ശക്തി കൊണ്ടും പ്രതിരോധിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു യുക്രൈൻ എന്ന് പറയുന്നത്. എന്താണെങ്കിലും കാലങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ഏകാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോവിയറ്റ് യൂണിയനിലെ പല അംഗരാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് ഒരു ഏകാധിപത്യ രാജ്യം വളർന്നു വരുന്നു. പല ഏകാധിപതിമാരും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല ആളുകളും സമ്മതിച്ചു തരില്ല. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ ഉള്ളിൽ തന്നെ അംഗരാജ്യങ്ങൾക്കിടയിൽ തന്നെ
പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്, ഉള്ളിൽ നിന്നും വിപ്ലവ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, തങ്ങൾക്ക് സ്വതന്ത്രമായ രാജ്യമാവണമെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് പലപ്പോഴും അടിച്ചമർത്തലുകളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനകളുടെ പ്രവർത്തനം കൊണ്ടും മൊസാദ് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉള്ളിലുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടും 1991 സോവിയറ്റ് യൂണിയൻ തകരുകയാണ്. ഈ 15 അംഗരാഷ്ട്രങ്ങളും വേറെ വേറെ രാജ്യമായിട്ട് പോവുകയാണ്. റഷ്യയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം. റഷ്യ വേറെ രാജ്യമായി മാറി നിൽക്കുന്നു. യുക്രൈൻ ഈ സമയത്ത് വേറെ രാജ്യമായിട്ട് മാറുകയാണ്. 1991 യുക്രൈനിന് സ്വാതന്ത്ര്യം ലഭിച്ച് യുക്രൈൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് മാറുകയാണ്. എന്നാൽ മറ്റ് പല രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനിൽ നിന്നും വിട്ടുപോയെങ്കിലും റഷ്യക്ക് യുക്രൈനെ വിട്ടുകൊടുക്കാൻ അത്ര സമ്മതമല്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളും ആണവായുധ ശേഖരങ്ങളുമെല്ലാം യുക്രൈനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആണവായുധങ്ങൾ തങ്ങൾക്ക് വേണമെന്ന നിലപാട് തന്നെ റഷ്യ സ്വീകരിക്കുകയാണ്. യുക്രൈനെ വിട്ടുകൊടുക്കാനും ഇവർ തയ്യാറാവുന്നില്ല. പിന്നീട് ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾ നടക്കുകയാണ്. ഈ സമയത്ത് 1991 കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസം തകർന്നു എന്ന് തന്നെ കരുതപ്പെടുന്ന ഒരു സമയമാണ്. എന്തായാലും ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. 1994 യുക്രൈൻ ഈ ആണവായുധങ്ങളെല്ലാം തങ്ങൾക്ക് വിട്ടുതരണമെന്ന് റഷ്യ പറയുകയാണ്. എന്തായാലും ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ ഈ ആണവായുധങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടി യുക്രൈൻ തയ്യാറാവുകയാണ്. പക്ഷേ അതിന് കുറച്ച് നിബന്ധനകളെല്ലാം ഉണ്ട്. റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ പാടില്ല, യുക്രൈൻ ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണം, അതുപോലെ യുക്രൈൻ്റെ സുരക്ഷ കുറേയൊക്കെ ഏറ്റെടുക്കണം. ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അമേരിക്കയുടെയും UK-യുടെയും ബെലാറസിൻ്റെയും കസാക്കിസ്ഥാൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ ബുദാപെസ്റ്റ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാണ് ഈ ആണവായുധ കൈമാറ്റം നടക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മുകളിൽ പറഞ്ഞ നിബന്ധനകളെല്ലാം തന്നെ റഷ്യ അംഗീകരിക്കുന്നുണ്ട്. എന്തായാലും ആണവായുധങ്ങളെല്ലാം തിരിച്ചു കിട്ടി ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് തന്നെ യുക്രൈനെ അംഗീകരിക്കുകയാണ്. കാലങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. യുക്രൈൻ ഒരുപാട് കാലം ഒരുപാട് രാജ്യങ്ങൾ ഭരിച്ചതാണ്, ഒരുപാട് സംസ്കാരങ്ങൾ ഭരിച്ചതാണ്. 1917 അതൊരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിരുന്നു. പിന്നീട് അത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമാവുകയാണ്. സോവിയറ്റ് യൂണിയനിലും നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് 1991 വീണ്ടും ഒരു രാജ്യമായിട്ട് മാറുകയാണ്. ഒരുപാട് കാലം ഒരുപാട് പേർ ഭരിച്ച് ഒടുവിൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സമയത്തും റഷ്യയിൽ നിന്ന് ഭീഷണി ഉണ്ടാവുന്നു. അപ്പോൾ ആണവായുധങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഒരു നല്ല രാജ്യമായിട്ട് തന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ്. 2013 സമയത്ത് യുക്രൈൻ്റെ പ്രസിഡന്റായി വിക്ടർ യനാക്കോവിച്ച് വരികയാണ്. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. റഷ്യയുടെ ഒരു കളിപ്പാവ പോലെയായിരുന്നു ഇദ്ദേഹം നിന്നിരുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടൊക്കെ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയ പല രാജ്യങ്ങളും മാറിയിട്ടുണ്ട്. പല രാജ്യങ്ങളും യൂറോപ്പിനോടും അമേരിക്കയോടും ഒക്കെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട്, അവരുടെ എല്ലാം സുഹൃത്തായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ റഷ്യ മനസ്സുകൊണ്ട് യുക്രൈനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. 2013 വിക്ടർ യനാക്കോവിച്ചിനെ വെച്ച് റഷ്യ ചില കളിയെല്ലാം കളിക്കുന്നുണ്ട്. യുക്രൈൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും റഷ്യയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം പണിയെടുക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാവാൻ യുക്രൈന് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും യുക്രൈൻ അങ്ങനെ ചെയ്യണ്ട, നമുക്ക് ആവശ്യമുള്ള പണവും കാര്യങ്ങളും ഒക്കെ റഷ്യയിൽ നിന്ന് കടമെടുക്കാം എന്ന തീരുമാനത്തിൽ ഈ പ്രസിഡന്റ് എത്തിച്ചേരുകയാണ്. എന്നാൽ യുക്രൈൻ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് റഷ്യയെ കൂടുതലായിട്ടും എതിർക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളാണ് യുക്രൈനിലുള്ളത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാവാൻ അവസരം ലഭിച്ചിട്ടും അത് സ്വീകരിക്കാത്ത പ്രസിഡന്റിന് നേരെ ഒരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടുകയാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. ഈ സമയത്ത് തന്നെ ഈ പ്രസിഡന്റ് നടത്തിയ പല അഴിമതികളും പുറത്തേക്ക് വരികയാണ്. വ്യാപകമായ പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും റഷ്യയെ എതിർക്കുന്ന അമേരിക്ക ഈ പ്രക്ഷോഭകരുടെ കൂടെ നിൽക്കുകയാണ്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ ഈ പ്രസിഡന്റിനെ സഹായിക്കുന്നത് റഷ്യയാണ്. കാരണം റഷ്യയുടെ കാര്യങ്ങളാണല്ലോ ഇദ്ദേഹം നടപ്പിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, പ്രസിഡന്റ് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, കലാപങ്ങൾ ഉണ്ടാവുന്നു. അതിനെല്ലാം ഒടുവിൽ 2014 ഫെബ്രുവരി മാസം ഈ പ്രസിഡന്റിന് വിക്ടർ യനാക്കോവിച്ചിന് രാജിവെക്കേണ്ടി വരികയാണ്. രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ജീവനോടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം റഷ്യയിലേക്ക് പോവുകയാണ്. ഈ കാര്യങ്ങൾ റഷ്യയെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ്. കാരണം ഏതെങ്കിലും സമയത്ത് യുക്രൈനെ തങ്ങളുടെ ഭാഗമാക്കാം, കാരണം ടെറിറ്ററി വലുതാക്കാമല്ലോ, അതുപോലെ വലുതാക്കാം, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായിട്ട് മാറാൻ പറ്റും തുടങ്ങിയ കണക്കുകൂട്ടലിൽ നിൽക്കുന്ന റഷ്യ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് യുക്രൈൻ പോകുന്നതിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. യുക്രൈനിൽ നടന്ന സംഭവ വികാസങ്ങൾ റഷ്യയെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യം നടന്നു, യുക്രൈൻ തങ്ങളിൽ നിന്ന് വിട്ടുപോവാണ് എന്ന് തോന്നിയത് കൊണ്ട് റഷ്യ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. 2014 ക്രൈമിയ പെനിൻസുല എന്ന് പറയുന്ന ഒരു മേഖല, യുക്രൈൻ്റെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പെനിൻസുലയാണ്. ബ്ലാക്ക് സീ എന്ന് പറയുന്ന കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പെനിൻസുലയാണ്. ഇത് പിടിച്ചടക്കാൻ
റഷ്യ ശ്രമിക്കുകയാണ്. അവർക്ക് അതിന് കുറച്ച് കാരണങ്ങളുമുണ്ട്. 1954 നികിത ക്രൂഷ്ചേവ്, അതായത് സോവിയറ്റ് യൂണിയന്റെ നേതാവായിരുന്ന നികിത ക്രൂഷ്ചേവ് ഈ മേഖല യുക്രൈനിന് കൈമാറുകയായിരുന്നു. അന്നത്തെ സമയത്ത് കൈമാറുന്നത് വലിയ പ്രശ്നമല്ലായിരുന്നു. കാരണം എല്ലാം സോവിയറ്റ് യൂണിയന്റെ ഭാഗം തന്നെയാണ്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള യുക്രൈനു വേണ്ടിയിട്ട് ആ മേഖല കൈമാറുകയാണ്. ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ അവകാശവാദവും പറഞ്ഞുകൊണ്ട് 1991 തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം യുക്രൈന് അതും കൂടെ വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ ആ മേഖല രണ്ടു കൂട്ടർക്കുമുള്ള ഒരു മേഖല പോലെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. യുക്രൈൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും അതിനെ കണക്കാക്കുന്നതും. എന്നാൽ റഷ്യയുടെ കുറച്ച് മിലിറ്ററി ബേസുകൾ അവിടെ ഉണ്ട്, യുക്രൈൻ്റെ കുറച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, യുക്രൈൻ ഭാഷ സംസാരിക്കുന്ന കുറേ അധികം ജനങ്ങളും ഉണ്ട്. ഈ സമയത്ത് റഷ്യ അങ്ങോട്ട് മിലിറ്ററി ഓപ്പറേഷൻ നടത്തുകയാണ്. ആയുധം വെച്ച് തന്നെ അങ്ങോട്ട് കടന്നു കയറുകയാണ്. ആ മേഖലയിൽ ഉണ്ടായിരുന്ന യുക്രൈൻ്റെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളെയും അവർ ഒഴിപ്പിക്കുകയാണ്. എന്നിട്ട് ആ മേഖല പട്ടാളത്തെ ഉപയോഗിച്ച് പൂർണ്ണമായും പിടിച്ചടക്കുകയാണ്. അതിനുശേഷം ലോകരാജ്യങ്ങളുടെ മുന്നിൽ പറയണമല്ലോ ഞങ്ങൾ എന്തിനാണ് പിടിച്ചടക്കിയത്. അതിനു വേണ്ടിയിട്ട് അവർ അവിടെ ഒരു ഇലക്ഷൻ നടത്തുകയാണ്. ആ ഇലക്ഷനിൽ റഷ്യയുടെ കൂടെ ചേരാനാണ് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുകയാണ്. പുതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുതിൻ പറയും ഞങ്ങൾ ഇലക്ഷൻ നടത്തിയിട്ടാണ് ആ മേഖല പിടിച്ചടത്തത്. എന്നാൽ അമേരിക്കയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പറയും ഈ ഇലക്ഷൻ ഒട്ടും സാധുതയില്ലാത്തതാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും 2014 ഈ ക്രൈമിയ പെനിൻസുല ഇവർ പിടിച്ചടക്കി കഴിഞ്ഞിരുന്നു. ഈ പ്രവർത്തിക്ക് ശേഷം യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാനുള്ള മറ്റ് ശ്രമങ്ങൾ കൂടെ ഇവർ നടത്തി വരികയാണ്. 2014 മുന്നേ തന്നെ ഈ പരിപാടി തുടങ്ങുകയാണ്. ഡോൺബോസ് എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ട്. യുക്രൈൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. പ്രധാനപ്പെട്ട യുക്രൈൻ്റെ 2 ഭാഗങ്ങൾ ചേർന്ന മേഖലയാണ് ഡോൺബോസ് എന്ന് വിളിക്കുന്നത്. ഈ മേഖല കൂടുതലായിട്ട് റഷ്യയായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് ആ ജനങ്ങളെ ഉപയോഗിച്ച് വിപ്ലവം നടത്തി, പ്രധാനമായും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഴൽ യുദ്ധം നടത്തിയിട്ട്, അതായത് ഈ മനുഷ്യന്മാരെ മുന്നിൽ നിർത്തും, അവർക്ക് വേണ്ട പണം കൊടുക്കും, ആയുധം കൊടുക്കും, അവരോട് യുദ്ധം ചെയ്യാൻ പറയും, അവർ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യും. ആ മേഖലകൾ വിമത മേഖലകളായിട്ട് വിഘടിപ്പിച്ച് റഷ്യയുടെ കൂടെ ചേർക്കും. ഇതായിരുന്നു റഷ്യയുടെ പദ്ധതി. റഷ്യ ഇതിനു വേണ്ടിയിട്ട് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ സംസ്കാരം പേറുന്ന വിമതന്മാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ 2014 പ്രധാനമായിട്ടും നിരവധി വിപ്ലവങ്ങൾ ഈ മേഖലയിൽ നടക്കുകയാണ്. റഷ്യയുടെ കൂടെ പോകുന്നതാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഡോൺബാസിലെ കുറച്ചധികം പേർ തന്നെ പറയുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വിപ്ലവം കൈവിട്ടു പോവുകയാണ്. 2014 ജൂലൈ മാസം 17 ഒരു കാര്യം നടക്കുകയാണ്. മലേഷ്യൻ എയർലൈൻ്റെ യാത്രാ വിമാനം 298 ആളുകളുമായി പറന്നിരുന്ന യാത്രാ വിമാനം ഈ വിപ്ലവകാരികൾ, ഈ വിമതന്മാർ വെടിവെച്ച് വീഴ്ത്തുകയാണ്. യാത്രാ വിമാനം വരെ ആക്രമിക്കപ്പെടുന്നു. പിന്നീട് യുക്രൈൻ സർക്കാരിന് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. അവരവരുടെ പട്ടാളത്തെ ഉപയോഗിച്ച് ഈ വിപ്ലവകാരികളെ അടിച്ചമർത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. ഈ സമയത്ത് റഷ്യ സൈന്യത്തെ തന്നെ ഇറക്കുകയാണ്. അതായത് ആദ്യം നിഴൽ യുദ്ധമായിരുന്നു നടത്തിയിരുന്നത്, ആ വിപ്ലവകാരികളുടെ പുറകിൽ നിന്നുകൊണ്ട് മാത്രമുള്ള യുദ്ധം. എന്നാൽ യുക്രൈൻ സൈന്യം നേരിട്ട് ഇവരെ അടിച്ചമർത്താൻ വന്ന സമയത്ത് പട്ടാളത്തെ തന്നെ റഷ്യ ഇറക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്ന് പറയുന്നത് യുക്രൈൻ പൂർണ്ണമായിട്ടും തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ള റഷ്യയുടെ താല്പര്യം തന്നെയായിരുന്നു. റഷ്യ നേരിട്ട് പട്ടാളത്തെ ഇറക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ചർച്ചകൾ നടക്കേണ്ടതാണ്. 2 രാജ്യം പട്ടാളത്തെ ഇറക്കി യുദ്ധം നടത്താനുള്ള സമാന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു ചർച്ച നടക്കുകയാണ്. മിൻസ്ക് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് 2014 റഷ്യയും യുക്രൈനും തമ്മിൽ ഒപ്പിടുകയാണ്. ഈ എഗ്രിമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2 കൂട്ടരും സൈന്യത്തെ പിൻവലിക്കണം, വെടിനിർത്തൽ കരാർ കൊണ്ടുവരണം. അതുകൂടാതെ ആ മേഖലയിൽ ഇലക്ഷൻ നടത്തണം. ഇലക്ഷൻ നടത്തിയിട്ട് ആരുടെ കൂടിയാണ് നിൽക്കേണ്ടതെന്ന് ആ മേഖലയിലുള്ള ആളുകൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഈ കരാർ ഒപ്പിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ അത് നടപ്പിലാക്കാൻ റഷ്യ തയ്യാറായിട്ടില്ല. ഇലക്ഷൻ നടത്താനോ സൈന്യത്തെ പിൻവലിക്കാനോ വെടിനിർത്തൽ പ്രാവർത്തികമാക്കാനോ ഒന്നും തന്നെ ഇവർ തയ്യാറായിട്ടില്ല. ഇപ്പം 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2017 യുക്രൈനോട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന യുക്രൈൻ്റെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റിനെ പോലെ ആയിരുന്നില്ല, വലോഡിമർ സെലൻസ്കി എന്ന് പറയുന്ന യുക്രൈൻ പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കുകയാണ്. നാറ്റോയുടെ ഭാഗമാവാൻ അവർ തീരുമാനിക്കുകയാണ്. നാറ്റോയുടെ ഭാഗമാവാനുള്ള ചർച്ചകളെല്ലാം നടന്നു വരികയാണ്. നാറ്റോയുടെ ഭാഗമായിട്ട് യുക്രൈൻ മാറുന്നത് റഷ്യക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം റഷ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യുക്രൈൻ പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു. നാറ്റോയുടെ ഭാഗമായാൽ വലിയൊരു പ്രശ്നമുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ട്രൈറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോയിലെ അംഗങ്ങൾ വളരെ ശക്തരായ രാജ്യങ്ങളാണ്. അമേരിക്കയുണ്ട്, UK ഉണ്ട്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഏകദേശം 30 രാജ്യങ്ങളുണ്ട്.
ഈ രാജ്യങ്ങളിലേക്കാണ് യുക്രൈൻ കടന്നു ചെല്ലുന്നത്. ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇവർ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ അംഗരാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ, ഈ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പറയുന്നതാണ്, ഏതെങ്കിലും രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായി കണക്കാക്കിയിട്ട് മറ്റുള്ള രാജ്യങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, യുക്രൈൻ നാറ്റോയിലെ അംഗമായി കഴിഞ്ഞാൽ യുക്രൈനെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോയിലെ മറ്റെല്ലാ രാജ്യങ്ങളും കണക്കാക്കുക തങ്ങളെ രാജ്യത്തെ റഷ്യ ആക്രമിച്ചെന്നാണ്. ഇങ്ങനെ അമേരിക്ക കരുതിയാൽ പിന്നെ വലിയ യുദ്ധം നടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ശക്തമായ ഒരു രാജ്യമായിട്ട് യുക്രൈൻ മാറുന്നതിനെ റഷ്യക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. വീണ്ടും പ്രശ്നങ്ങൾ നടക്കുകയാണ്. പല ഇടങ്കോലുകളും റഷ്യ ഇടുന്നുണ്ട്, യുദ്ധ കാഹളങ്ങൾ മുഴക്കുന്നുണ്ട്, യുദ്ധം ചെയ്യാൻ തന്നെ അവർ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും 2021 മാർച്ചിൽ ലക്ഷക്കണക്കിന് സൈനികരെ യുക്രൈൻ അതിർത്തിയിൽ റഷ്യ വിന്യസിക്കുകയാണ്. യുക്രൈൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പിടിച്ചടക്കാൻ വേണ്ടി അവർ കരുക്കൾ നീക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോൾ 2022 ഫെബ്രുവരി മാസത്തിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റഷ്യയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ്. റഷ്യയുടെ ലക്ഷ്യം യുക്രൈൻ്റെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചടക്കുക, യുക്രൈനെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ വാസ്തവത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. യുക്രൈൻ എന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് യൂറോപ്യൻ യൂണിയനിൽ ചേർന്നോ നാറ്റോയിൽ ചേർന്നോ അതോ ബെർമുഡയിട്ട് കടൽ തീരത്തൂടെ നടക്കണോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇതിലൊന്നും റഷ്യ ഇടപെടേണ്ട കാര്യമില്ല. എന്നാൽ റഷ്യ പറയുന്നത് യുക്രൈൻ ഇപ്പോഴും റഷ്യയുടെ ഭാഗമാണ്, യുക്രൈൻ റഷ്യക്ക് വേണം എന്ന നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത്. ഇതിൽ പൂർണ്ണമായും നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ന്യായം യുക്രൈൻ്റെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ റഷ്യ ഒരു ന്യായം പറയുന്നുണ്ട്, യുക്രൈൻ റഷ്യ തന്നെയാണ്, യുക്രൈൻ റഷ്യക്ക് അവകാശപ്പെട്ടതാണ്. കാരണം റഷ്യ ആണല്ലോ യുക്രൈൻ കുറേ കാലം ഭരിച്ചത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇപ്പോൾ വന്നിട്ട് ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു, അതുകൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ പറയുന്നത് പോലെ ബാലിശമായ ഒരു വാദം മാത്രമാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും റഷ്യ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആഭ്യന്തര കാര്യങ്ങളുണ്ടാവും, വിദേശ നിലപാടുകളുണ്ടാവും, അതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ആർക്കൊന്നും മനസ്സിലാവുകയല്ല, പറയാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം സോർട്ട് ചെയ്തെടുത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് എഴുതാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.